പേളിനെയാണ് മോൾക്ക് ഇഷ്ടമെങ്കിൽ then let it be, that's your wish. പേളി മാനിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജഗൻദാസ്. പേളി മാനിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാല് അറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. വീട്ടില് വേറെ ആളായിരുന്നു. പേളി എന്ന് പറഞ്ഞൊരു സോ കോൾഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെയാണ്. ആൾക്കാരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്. ബിക്കോസ് അങ്ങനെയാണല്ലോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഈ ഒരു ജേണിയിൽ ഒരു ഡൗൺഫോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് ആ ഒരു കാര്യം അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡൗൺഫോളിലൂടെയാണ് ഇന്ന് പേളിമാണി പൊക്കോണ്ടിരിക്കുന്നത്. കാര്യം ഈ ഒരു ഒറ്റ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ്. പേളിമാനിയുടെ മെയിൻ USP എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളിമാനിയുടെ ലൈക്കബിലിറ്റിയാണ്. ആ ലൈക്കബിലിറ്റിയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിവാദങ്ങൾ കൊണ്ടൊക്കെ പല ആളുകൾക്കിടയിലെങ്കിലും അത് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 4 ലക്ഷത്തോളം ആളുകൾ അൺഫോളോ അടിച്ച് പോയിട്ടുള്ളതും യൂട്യൂബിലോട്ട് പല ആൾക്കാർ അൺസബ് ചെയ്ത് പോയിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേളിമാനിയുടെ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററാണ്. ആ ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പേളിമാനിയുടെ യൂഷ്വൽ വീഡിയോസിനൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു ആവറേജ് 3 ലക്ഷം 4 ലക്ഷം വ്യൂഷിപ്പ് കൗണ്ട് കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ്. പോട്ടെ, അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം വ്യൂസ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ കൂട്ടുക. ഓക്കെ, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആണെങ്കിൽ 1 ലക്ഷം കൗണ്ട് കാര്യങ്ങളൊക്കെ കടക്കാറുള്ളതാണ്. ആ ഒരു ലൈക്കബിലിറ്റി, ആ ഒരു USP വെച്ച് അത്രത്തോളം കടക്കാറുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പേളിമാണി ഇട്ടിട്ടുണ്ടായിരുന്ന സ്ലോവാക്യയിൽ സോളോ ട്രിപ്പ് പോയേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് റീസെൻ്റ്ലി ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടും, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ വരെയുള്ള കണക്കാണ് പറയുന്നത്, ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടും 82K വ്യൂവർഷിപ്പ് മാത്രമാണ് വന്നിട്ടുള്ളത്. പേളിമാനിനെ പോലെയുള്ള ഒരു വലിയൊരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൗണ്ട് നല്ലൊരു കുറവ് തന്നെയാണ്. പേളിമാനിയുടെ ആ ഒരു ക്രിയേറ്ററിനെ അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള പല വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. റീസെൻ്റ്ലി ഇട്ടിരിക്കുന്ന വീഡിയോസിനകത്താണെങ്കിലും ക്ലാരിഫിക്കേഷന് 12 ലക്ഷം, ബാക്കി 3 ലക്ഷം 3 ലക്ഷം അങ്ങനെ തന്നെ കണ്ടൻസി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഈ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് അഫക്റ്റ് തീർച്ചയായിട്ടും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ പല ക്രിയേറ്റേഴ്സിനും ഇത്തരത്തിലുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ ജേണിയിൽ ഇങ്ങനൊരു ഡൗൺഫോൾ പലർക്കും ഉണ്ടാവാറുണ്ട്. പലരുടെ ഇതുപോലെ വിവാദങ്ങളിൽ പെട്ടുണ്ടാവാറുണ്ട്. അല്ലാതെ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല റീസൺസ് ആണ്. അതിൽ ഇങ്ങനെ ഇതുപോലെ വിവാദങ്ങളിലൊക്കെ പെട്ട് ഇങ്ങനൊരു ഡൗൺഫാളിലോട്ട് പോയിട്ട് തിരിച്ചെത്തിയേക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിനൊരു ഇത്തിരി ടൈം എടുക്കും എന്നുള്ളത് തന്നെയാണ്. പേളിമാണിക്ക് അങ്ങനെ ഒരു ടൈം എടുത്ത് തിരിച്ച് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെയിനായിട്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളിമാണിയുടെ ആ ഒരു വീഡിയോക്കകത്ത് ഇപ്പം നമ്മളും പറഞ്ഞിരുന്നു, ആ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ കുറേയൊക്കെ ആണെങ്കിൽ ന്യായീകരണ വീഡിയോ ആയിരുന്നു. ഇംഗ്ലീഷ് ക്ലാസ് മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്ന പരിപാടികളായിരുന്നു നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പേരിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അങ്ങനെ ഒരു വീഡിയോ പേളിമാണിയുടെ ഭാഗത്ത് തെറ്റി പറ്റിയെന്നുള്ളൊരു കാര്യം പേളിമാണി അവിടെ വന്ന് പറയുന്നുണ്ട്. പക്ഷേ പേളിമാണിക്ക് മനസ്സിലാക്കിയതിനേക്കാൾ അല്ലെങ്കിൽ പേളിമാണിനേക്കാൾ കൂടുതൽ പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു ബ്ലൈൻഡ് അടിക്കുന്ന ഫാൻസിന്റെ കാര്യമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം. പിന്നെ ആൾക്കാർ വന്ന് പറയുന്നത് പേളിമാണി തൻ്റെ ഒരു നിലപാട് പറഞ്ഞതല്ലേ, അതിനിപ്പോൾ എന്താണ് പ്രശ്നം, അങ്ങനെ ഒരാൾ നിലപാട് പറഞ്ഞതാണോ ഇപ്പോഴത്തെ പ്രശ്നം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നത്. ഇവിടെ പേളിമാണി അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിനേക്കാൾ ഉപരി ആൾക്കാർ വീട്ടിൽ പോയിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ് പ്രധാനമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പേളിമാണി പിന്നീട് വന്ന് പറഞ്ഞത് എന്താണ്, നിങ്ങൾ ആ ടോണിലല്ലേ വായിക്കേണ്ടത്, പിള്ളേരെ വീട്ടിൽ പോയിരി, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴത്തേക്കിന് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാതെ കുട്ടികളെ നിങ്ങൾ വീട്ടിലേക്ക് പോയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ലേ പറഞ്ഞ് ആ ഒരു രീതിയിലായിരുന്നു പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചു പോവുക എന്ന് പറഞ്ഞ സംഭവങ്ങൾ താൻ ഇപ്പൊ കാവ്യാവുകയോ അല്ലെങ്കിൽ സംഖ്യയാണെന്ന് പറയുക, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ ഇന്ത്യയിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചാണാത്തി ചവിട്ടുമ്പോഴത്തേക്കിന് നമുക്കാണെങ്കിൽ അയ്യേ എന്നുള്ള കാര്യങ്ങൾ തോന്നും, സ്വാഭാവികമാണ്. അവരങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞതല്ല, അതിനേക്കാൾ ഉപരി അവര് ആ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ചൊടിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ വയ്ക്കുന്ന ആൾക്കാരെ, ആ പ്രൊട്ടസ്റ്റിന് വഹിക്കുന്ന ആൾക്കാരെ കളിയാക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഈ ഫാൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാനെ കൊണ്ടാണ് ഇത്രയും പ്രയാസം. ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ സീരിയസ്ലി അവർക്ക് ഇപ്പോഴും ഈ ഒരു സംഭവം മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഒരിക്കലും നമ്മളുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കരിയർ വെച്ചോ അല്ലെങ്കിൽ തൻ്റെ കരിയർ ഏതുമായിക്കോട്ടെ ആ ഒരു കരിയറിൽ തനിക്കുണ്ടാകുന്ന ഗ്രോത്തിനനുസരിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ പൈസയുടെ ആയിരിക്കാം, ഫെയിമിൻ്റെ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ തൻ്റെ ജീവിതത്തിലെ ആ ഒരു കരിയറിൻ്റെ ഒരു ഡൗൺഫാളിൻ്റെ ഒരു തുടക്കമാണ് എന്നുള്ള കാര്യം തന്നെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ ഈ ഡോക്ടർമാരൊക്കെ പറയത്തില്ലേ, നമുക്ക് പനി വരുന്നത്, പനി എന്ന് പറയുന്ന ഒരു രോഗമല്ലല്ലോ, രോഗലക്ഷണമാണ് എന്നുള്ളത് പറയത്തില്ല, ഒരു സൂചനയാണെന്നുള്ള രീതിയിൽ പറയത്തില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഒരു അഹങ്കാരം തോന്നുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന 4 നിമിഷം മനസ്സിലാക്കുക, അതപ്പാടെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയുക. കാര്യം വലിയ എന്തോ വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അത് തന്നെയാണ് ചെയ്യേണ്ടത് ഏതൊരു വ്യക്തിയാണെങ്കിലും.
എന്താണെങ്കിലും റീസെൻ്റ് ആയിട്ട് പേളിമാണി ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്ത് ഈ സോളോ ട്രിപ്പ് പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് ആ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ആ ഒരു വീഡിയോക്കകത്തോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്ന സമയത്ത് ഇത് കണ്ടിട്ട് പോലും ആൾക്കാർക്ക് അത് അത്ര കൺവിൻസിംഗ് ആയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് എഗെയിൻ ഫേക്ക് ആണ് പേളിമാണി എന്നുള്ള രീതിയിൽ തന്നെയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിൽ ആ ഒരു വീഡിയോയിലെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കാണാം. Feels good. I'm also missing Nila, but it feels good to be alone because I want to see this vlog after a lot of years and I want to think I did it. If anyone says solo trip, yeah, you know, that's another reason why I'm here. I'm so proud of myself. I'm so proud of it. And I would encourage if anyone's doubtful. പോണോ വേണ്ടേ സോളോ ട്രിപ്പ് പഠിക്കണോ എന്നൊക്കെ ആലോചിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ചേർത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും, സത്യം പറയാലോ, എനിക്ക് നല്ല പേടി ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. ഐ എം സോ ഹാപ്പി, സോ ഹാപ്പി. ഐ തിങ്ക് ഈ വ്യൂ ആണ് എന്നെ ഇത്ര ഇമോഷണൽ ആക്കിയിരിക്കണമെന്ന് തോന്നുന്നു എനിക്ക്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ പ്ലേസ്. സോ യാ, solo trip പഠിച്ചു. And thanks, a big thanks to Fortune Tours. I don't know why I'm crying. Big thanks to Fortune and Srini for trusting me and making sure that I did it. Airport lo vidam vannappum I was thinking I'm going to bad go. Nilune lethane video call cheyumbom I feel so like a bad mother. But Srini പറഞ്ഞു, they'll be proud of you when they watch this. I think കുറേ ദിവസമായിട്ട് ഞാൻ അപ്സെറ്റ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ എന്റെ ശ്വാസം വീണത്. തിരിച്ചു പോകണത് ആൾക്കാർ കാണാണ്ടിരിക്കാൻ മാറി നിൽക്കാതെ. Police crazy good. That's my mind voice. Anyway, if you ever plan on doing something crazy, you just have one life, just do it. You don't have a lot of lives, like you just have one life. At least or solo, if solo ആയിരിക്കില്ല, there must be something that you're scared to do. പക്ഷെ അത് ചെയ്താൽ ചത്തൊന്നും പോകാത്ത കാര്യമാണെങ്കിൽ just do it. ഞാനിവിടെ വന്നിട്ട് പഠിച്ചൊരു കാര്യം, ഐ എം ടോക്കിംഗ് ടു എവ്രി വൺ. എവിടെ പോയാലും എല്ലാവരോടും ഞാൻ സംസാരിക്കുകയാണ്. ഇറ്റ്സ് ഓൾസോ മേക്കിംഗ് മീ ഫീൽ ഹാപ്പി. ലൈക്ക് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീല്. അവർ 5 മിനിറ്റ് എന്നോട് ഉണ്ടാവുള്ളൂ, അതൊക്കെ അവരവരുടെ പറഞ്ഞു. പക്ഷെ I'm asking everyone for help. ചമ്മലില്ലാണ്ട്, ആ ചമ്മൽ വേണ്ട. You don't need that ചമ്മൽ. സന്തോഷായി കരങ്ങൾ, സന്തോഷം. കുറെ നേരമായിട്ട് ഒരു ഇമോഷൻ ആയിരുന്നു. ഇനി ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ നമുക്ക് നോക്കാം. പേളി ഇൻ ആൻ ഇന്റർവ്യൂ, ഐ നെവർ ഗെറ്റ് നെഗറ്റീവ് കമന്റ്സ്. ലേ യൂണിവേഴ്സ്, പ്രൈഡ് കംസ് ബിഫോർ എ ഫാൾ. ആഹാ പേളി ജി നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ആക്കുവാണല്ലോ. പ്ലീസ് ഡോണ്ട് ഡിലീറ്റ് നെഗറ്റീവ് കമന്റ്സ്, ടേക്ക് ക്രിറ്റിസിസം. ഞാനിട്ട കമന്റും ഡിലീറ്റ് ചെയ്തു. ബ്ലോക്ക് ആക്കിയത് എന്തിനാ ചേച്ചി? പെയ്ഡ് കമൻസ് ആണല്ലോ എല്ലാം ചേച്ചിയെ. ഇവരെല്ലാ കമൻസും ഡിലീറ്റ് ചെയ്യുകയാണ്. PR-നെ മാത്രം ഇതിൽ ഡിലീറ്റ് ചെയ്യാതെ ഉള്ളൂ. സച്ച് എ ഫേക്ക് പേഴ്സണാലിറ്റി. നിലപാട് ഇല്ലാത്തവർ. പെയ്ഡ് മാണിക്ക് എങ്ങനെ അന്തം ഫാൻസ് ഉള്ളപ്പോൾ ഒന്നിനെയും പേടിക്കേണ്ട, അടുത്ത ഫ്ലാറ്റ് വാങ്ങാനുള്ളതാ. ഈ വ്ലോഗ് ഇടാൻ വേണ്ടിയല്ലേ ഇന്നലെ മറ്റേ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരാൾ ഇട്ടേക്കുന്ന കമൻറ്റിന് പുള്ളിക്കാരി ഹേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരി മറ്റേ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടത്, ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ പേരിന് വേണ്ടിയിട്ട് ഒരു സംഭവം അങ്ങനെ ഇട്ടു. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞത് കണ്ടപ്പോൾ മൊത്തം ന്യായീകരിച്ച് മെഴുകുന്ന പോലത്തെ സംഭവമായിട്ടാണ് നമുക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. കാര്യം ആ ഒരു വീഡിയോ ഇടാതെ ഇത് നേരെ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ തെറിവിളിക്ക് കയ്യും കണക്കുണ്ടാകത്തില്ല. പിന്നെ കുറച്ച് ആൾക്കാരെങ്കിലും കുറച്ച് ബ്ലൈൻഡ് ഫാൻസ് ഒക്കെ ഉള്ളപ്പോൾ അവരെ ഒന്ന് തൃപ്തിപ്പെടുത്താനെങ്കിലും വേണ്ടി ചെയ്തത്. പക്ഷെ അതിനകത്ത് പുള്ളിക്കാരി എന്ന് പറയുകയാണ്, ശരിയാണ് എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി. അപ്പം ബ്ലൈൻഡ് ഫാൻസ്, അയ്യോ ചേച്ചി അങ്ങനെ പറയല്ലേ, നമ്മൾ ഇവരുടെ അടുത്തെല്ലാം വന്ന് മുട്ട അടി ഉണ്ടാക്കിയത് ചേച്ചി അങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്ലൈൻഡ് ഫാൻസ് അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഒരാൾ അഭിപ്രായം പറയുന്നതിൽ പേളിമാണി തന്നെ ആ ഒരു കാര്യത്തിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്കങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല, മറ്റേ ഇതിനെ പറ്റിയിട്ട് നോക്കിയില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് പേളിമാണി ഇങ്ങനത്തെ സെൻസിറ്റീവ് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തേക്ക് ഈ സെൻസിറ്റീവ് വിഷയങ്ങളിനകത്ത് ഒരു അഭിപ്രായം കയറി പറയുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാര്യം ബാക്കിയുള്ള വിഷയങ്ങളിൽ കാര്യങ്ങൾ പറയുന്ന പോലെയല്ല, അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ളത് വരത്തില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകളുണ്ട്. അപ്പം ഞാൻ തന്നെ ചെയ്യുന്ന വീഡിയോസിന് തന്നെ പല അറിവ് കുറവുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തേക്ക് കമന്റ് ബോക്സിൽ ആൾക്കാർ തന്നെ വന്ന് പറയേണ്ട, ബ്രോ അത് അങ്ങനെയല്ല, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മൾ അതിനകത്തുനിന്ന് കമന്റ് സെക്ഷനിൽ നമ്മുടെ ഓഡിയൻസ് പറഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ചുകൂടെ ലേൺ ചെയ്യുകയാണ്. അപ്പോഴും ഇനിയുള്ളൊരു വീഡിയോക്കകത്ത് അങ്ങനത്തെ മിസ്റ്റേക്കുകൾ ഉണ്ടാവാണ്ടിരിക്കാനെ കൊണ്ട് നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബാക്കിയുള്ള വിഷയങ്ങൾ പോലെയല്ല ഇത്രയും സെൻസിറ്റീവായിട്ട് നടക്കുന്ന ഒരു വിഷയത്തിൽ കയറിയിട്ട് അഭിപ്രായം വരാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പേളിമാണിക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഞാൻ എവിടെയും പറയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ പേളിമാണി അതൊരു ന്യായീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയില്ല എന്നുള്ള രീതിയിലൊക്കെ വന്നത്. പക്ഷേ
പേളിമണി വളരെ കൃത്യമായിട്ട് ഈ ഗവൺമെന്റ് ഇപ്പം കുട്ടികളെയും ഇതുപോലെ അവരെ ആക്രമിച്ചേക്കുന്ന കാര്യങ്ങൾ കണ്ടു, പക്ഷേ ഈ ഗവൺമെന്റിനെതിരെ ചോദ്യം ചോദിച്ചില്ല. നേരെ പറഞ്ഞേക്കുന്നത് ഈ കുട്ടികൾ സേഫ് ആയിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നുള്ള സംഭവമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടിടത്തും അപ്പുറത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പുറത്തുണ്ട്, രണ്ടിന്റെ ഇടയിൽ കൂടെ നിന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ളൊരു പരിപാടി. ഇത് കാണുമ്പോഴത്തേക്കിന് ഇതിന്റെ പുറത്തൊരാൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തപ്പോഴത്തേക്കിന് ഫെയിൽഡ് ഫിലിം മേക്കർ എന്നുള്ള രീതിയിലൊക്കെ വിളിക്കുമ്പോഴത്തേക്കിന് അപ്പം നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചോദിച്ചു തുടങ്ങും. അവിടെയാണ് പേളിമാണിക്ക് മെയിനായിട്ട് ഈ ഒരു ലൈക്കബിലിറ്റി നഷ്ടപ്പെട്ടത്. എന്നിട്ട് പേളിമാണി തന്നെ ആ ഒരു ക്ലാരിഫിക്കേഷൻ മേടിക്കാതെ പറയുന്നുണ്ട്, ഇത് ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുക്കുമെന്ന് എനിക്ക് അറിയാം, എന്നാലും പെട്ടെന്ന് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നുള്ളത്. അതങ്ങനെ പേളിമാണിക്ക് തോന്നിയിട്ടല്ല, അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഷോ പണി വാളിപ്പോയല്ലോ, എക്സ്പോസ്ഡ് ആയല്ലോ എന്ന് ഓർത്ത് അന്നേരമാണ് ഡിലീറ്റ് ആക്കിയത്. പേളിമാണി ഇങ്ങനെ ചെയ്തേക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് തൊട്ടപ്പുറത്ത് ഭയങ്കര ബാഡി ആയിട്ടുള്ള നമ്മുടെ രഞ്ജിനി ഹരിദാസ് വന്നിട്ട് ഈ പ്രൊട്ടസ്റ്റിനൊപ്പം ചേരുകയും അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിന് പണ്ടത്തെ ഇവരുടെ ബിഗ് ബോസ് ഉള്ള ടൈമിലാണെങ്കിൽ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര വൈറലാകുന്നുണ്ട്. മറ്റേ ഈ ഫിയർ രഞ്ജിനി ഹരിദാസ്, ഈ ഫിയർ പേളിമാണി, ഐ എം ഫ്രീ രഞ്ജിനി ഹരിദാസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ആ സംഭവമൊക്കെ ഭയങ്കരമായിട്ട് ഒരു വൈറലാകുന്നുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന ആ ബിഗ് ബോസിന്റെ ഒക്കെ ഒരു സമയത്താണെങ്കിൽ രഞ്ജിനി ഹരിദാസ് ആണെങ്കിൽ അന്ന് ഇട്ടേക്കുന്ന ഒരു ലൈവ് വീഡിയോ ഉണ്ടായിരുന്നു. അന്ന് അതിനകത്ത് വന്നിട്ട് എല്ലാ ആൾക്കാരും രഞ്ജിനി ഹരിദാസിന് അസൂയാണ്, കുശുമ്പാണ്, ഫേക്ക് എന്നൊക്കെ ഞങ്ങളുടെ പേളിമാണിനെ വിളിക്കാറായോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ അന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി. ഓക്കെ, ഇന്നത് മാറിയിട്ട് പേളിമാണിയാണ് ഒരു ഫേക്ക് എന്നും രഞ്ജിനി ഹരിദാസ് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ബാഡി ആയിട്ട് ഇരിക്കുന്ന ഈ രഞ്ജിനി ഹരിദാസ് ആണ് സൂപ്പർ കിടില എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിയിട്ടുണ്ടായിരുന്നു. എന്നാണെങ്കിൽ അന്ന് ലൈവ് ഇട്ട സമയത്തേക്കിന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഷമീം ബിഗ് ബോസ് വിന്നർ പേളി. If that പേളിനെയാണ് മോൾക്ക് ഇഷ്ടമെങ്കിൽ then let it be. That's your wish and that's your favorite contestant. You are just amazing. Thank you, Dream. I love you. Onsley, you know me. Preetu, hi. JP Calcutta. പേളിമാണിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജഗൻദാസ്. പേളിമാണിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായിരുന്നു ബാക്കിയുള്ളവരിൽ വെച്ച്. പക്ഷെ എനിക്ക് പുറത്തറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. വീട്ടിൽ വേറെ വേറെ ആളായിരുന്നു. പേളി എന്ന് പറഞ്ഞൊരു സോ കോൾഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെയാണ്, ആൾക്കാരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്. ബിക്കോസ് അങ്ങനെയാണല്ലോ പേളി പറയുന്നത്. നമ്മൾ ഈ ഡീഫ് ഡാൻസിലൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ച് എല്ലാവരും എൻകറേജ് ചെയ്ത് എന്റർടൈൻ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ വീട്ടിൽ വന്നപ്പം പേളിനെ കാണുമ്പോൾ ഫുൾ ടൈം കരച്ചില്, മമ്മി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ആൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്പം ഇത്രയും ഇമോഷണലി വീക്കായ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ആരു ശ്രീനീഷും ആയിട്ടുള്ള ഒരു അഫെയർ എന്ന് പറഞ്ഞൊരു സാധനം അതിൽ അലേട്ടനെ ഊന്നി പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്. അത് എനിക്ക് കുറച്ച് കോമഡി ആയി തോന്നി. ബിക്കോസ് ആ ഒരു വീട്ടിൽ പ്രണയിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് ഈസി. ബിക്കോസ് ക്ലോസ് ഡോറിൽ നമ്മുടെ കുടുംബം, നമുക്ക് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം, ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും യൂസ്ഡ് അല്ല. എസ്പെഷ്യലി ലവ്, ഇപ്പം അമ്മയോടുള്ള സ്നേഹം, അച്ഛനുള്ള സ്നേഹം, നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുള്ള സ്നേഹം, അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ വീട്ടിൽ. അവിടെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അപ്പം നാച്ചുറലി ആ ഒരു ബിൽട്ടപ്പ് ഇമോഷൻസ് അവിടെയുള്ള ആരുടെയെങ്കിലും മോഹത്തിൽ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ തീരുമാനങ്ങളൊക്കെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് എടുക്കണം. സോ ഐ ഫൗണ്ട് വെരി ഇമ്മച്യോറിറ്റി എന്ന് എനിക്ക് തോന്നി. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പേളി എന്ന് പറഞ്ഞൊരാളുടെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അത് അവളുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവൾ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് കുറെ മുഖങ്ങൾ ഉണ്ടെന്ന്. എനിക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ പുറത്ത് കണ്ട ആളല്ല അവർക്ക് കണ്ടത്. സോ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് നോ ഹു ഷീ ഈസ്. എനിക്ക് ആ വീട്ടിനകത്ത് കാണുന്ന പേളിമാണിയെ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തുള്ള ആളായിട്ട് ഐ ഹാവ് നോ പ്രോബ്ലം. പുറത്ത് വരുമ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഈ ഒരു ലൈവിനകത്ത് തന്നെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പേളിമാണിനെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ജലസ് ആണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഭയങ്കര ആൾക്കാർ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡിലൊക്കെ നിന്നിരിക്കുന്ന രഞ്ജിനി ഹരിദാസ് ഇന്ന് ഇത്രയും കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിനെ പെട്ടെന്ന് നേരെ ഇതായിട്ടുണ്ട്. പലപ്പോഴും പല ആളുകൾ ഇതുപോലെ പേളിമാണി ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ആണെങ്കിലും പല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ഈ മറീന മൈക്കിളായിട്ടുള്ള ആ ഒരു ഇഷ്യൂലാണെങ്കിൽ പോലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്ന സമയത്തേക്ക് മറീന മൈക്കിൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ നീ ഇങ്ങനെ ഒരാളെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് അറിയുന്നതെന്നൊക്കെ പേളിമാണി മറീനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പറയുമ്പോൾ ആലപ്പി അഷ്റഫ് പുള്ളി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ ഒരു പേളിമാണി ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. കാര്യം ആ മറീന മൈക്കിളുമായിട്ട് അന്നുണ്ടായിരിക്കുന്ന ആ ഒരു വിഷയത്തിൽ പേളിമാണിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് ഈ ഒരു വ്യക്തി വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. അതേ വ്യക്തി തന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് പേളിമാണി എക്സ്പോസ്ഡ് ആയപ്പോഴത്തേക്കിന് ഇത് നേരെ പേളിമാണിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ പുള്ളി ആ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നു. നമുക്ക് അതുകൂടെ കേൾക്കാം. ഒറ്റയടിക്ക് 3-4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പേളിയെ വെറുത്തുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കി. താങ്കൾ അത്ര വലിയ ഒരു കലാകാരിയോ ഒരു മഹാസംഭവമോ ഒന്നുമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും.
കാണുമല്ലോ. താങ്കൾ പറയുന്ന കോമാളിത്തരങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട് ചിലർ നൽകിയ പിന്തുണയാണ് നിങ്ങളുടെ അംഗീകാരം. നിങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ നിങ്ങൾ കാഴ്ചവെച്ച നിഷ്കളങ്കതയും പെർഫോമൻസും ഒക്കെ കണ്ട് എനിക്കും നിങ്ങളോട് ഇഷ്ടം തോന്നിയിരുന്നു. അതുകൊണ്ട് മെറീന വിഷയം വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പേളിക്ക് അനുകൂലമായി ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പേളിയെക്കുറിച്ച് രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞതാണ് ശരിയെന്ന്. അവർ ആദ്യം മുതലേ പറയുന്നുണ്ട്, കാര്യസാധ്യത്തിനായി നിലപാടുകളിൽ ചാഞ്ചാട്ടം വരുത്തുന്നവരാണ് നിങ്ങൾ, ഫേക്ക് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേതെന്ന്. ഡൽഹിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളോട്, യുവാക്കളോട് വെറുതെ അടികൊള്ളാതെ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞത് നിങ്ങളുടെ അജ്ഞത മൂലം പറഞ്ഞു പോയതാണെന്ന് ആറാട്ടണ്ണൻ പോലും പറയുന്നുണ്ട്. ആറാട്ടണ്ണൻ പറഞ്ഞത് കഷ്ടിച്ച് 10ാം ക്ലാസ് പാസ്സായ പേളി മാണിക്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചും നീറ്റ് പരീക്ഷയെക്കുറിച്ചും എന്തറിയാമെന്നാണ്. വിവരക്കേടും ബുദ്ധിയില്ലായ്മയും ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ വാ അടച്ചിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. പണ്ട് പേളിമാണി ഒതുക്കി മൂലയിലിരുത്തിയ മെറീന മൈക്കലിന് ഓർമ്മയുണ്ടോ? അവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവരെ കേൾക്കാൻ നിങ്ങളോടൊപ്പം നിന്ന് അവരെ കല്ലെറിഞ്ഞവരും അവരോടൊപ്പമുണ്ട്. അവരായിരുന്നു ശരിയെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചു. പേളിയുടെ മുഖഛായയും നിറവും മുടിയുടെ സാദൃശ്യവുമൊക്കെ അവർക്ക് വന്നുപോയി എന്ന കാരണത്താൽ ഒരു ചാനലിലെ അഭിമുഖത്തിനായി വിളിച്ചു വരുത്തിയതിനു ശേഷം അവരെ ഇന്റർവ്യൂ ചെയ്യാതെ നിങ്ങൾ അവിടെ നിന്നും കടന്നു കളഞ്ഞില്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞ കള്ളത്തരങ്ങൾ വിശ്വസിച്ചവർ അവരെ കടുത്ത സൈബർ ആക്രമണത്തിന് വിധേയയാക്കി. അവരുടെ നിസ്സഹായാവസ്ഥ തുറന്നു പറയാൻ പോലും അനുവദിച്ചില്ല. ഇന്ന് സത്യങ്ങൾ മറനീക്കി പുറത്തു വന്നു. ഇന്നവർ അജയ്യയായി ജനമധ്യത്തിൽ വന്ന് സംസാരിക്കുന്നു. അവരെ കേൾക്കാൻ ചെവികൾ ഉണ്ടായിരിക്കുന്നു. മെറീന പറയുന്നു, കർമ്മ എന്നൊന്നുണ്ട്, അത് ബൂമറാങ് പോലെ തിരികെ എത്തിയിരിക്കുന്നു എന്ന്. പേളിയുടെ കാര്യമെടുത്താൽ പൂന്താനത്തിന്റെ വരികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും. ഇത്രയും നാളും പേളിമാണി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ലൈക്കബിലിറ്റി ഒക്കെ ആൾക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന സംഭവം പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനൊരു വിഷയം വന്നപ്പോഴത്തേക്കിന് എല്ലാം തകർന്നടിഞ്ഞ് പോയിരിക്കുന്ന ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പറയുമ്പോൾ മറീന മൈക്കിൾ പേളിമാണി തമ്മിലുള്ള ഇഷ്യൂ പലർക്കും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. സംഭവം എനിക്കൊന്ന് ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാമിലാണെന്ന് തോന്നുന്നു. ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനെ കൊണ്ട് പേളിമാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്ക് ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് മറീന മൈക്കിളാണ്. അപ്പോൾ മറീന മൈക്കിളാണ് ഗസ്റ്റ് എന്നുള്ളത് അറിഞ്ഞിട്ട് ഷോ ഹോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പേളിമാണി പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഞാനൊരു ആങ്കർ ആയിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ 1 വർഷത്തോളമായി ഒരു ആങ്കറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് മാറിയിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലുള്ള പല ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ള പലരെയും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ പറയുകയാണ്. ചിലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിക്കുക, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഗസ്റ്റ് നമ്മളെക്കാൾ വലിയൊരു സ്റ്റാർഡോ ഒക്കെ ഉള്ള വലിയൊരാളാണ് എന്നുള്ളത്, കരിയർ ഗ്രോത്ത് ഒക്കെ ഭയങ്കര ഉള്ള ഒരാളാണെന്നൊക്കെ വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇറങ്ങി ഇപ്പോൾ ലാലേട്ടനാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ലാലേട്ടനാണെങ്കിലും ലാലേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രൗഡ് ഫീലൊക്കെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. എന്നാൽ ലാലേട്ടന് പകരം ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ മറ്റാരെങ്കിലും ഒക്കെയാണ് അവിടെ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ആൾക്കാർ നമ്മളെ അറിയാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവനാണ് എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്, എന്നാലും അങ്ങ് ചെയ്തേക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്നാൽ നമ്മളുടെ അത്രയും നമ്മളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ മാത്രമുള്ള ക്വാളിറ്റി ഒക്കെ ഇവനുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പിൻവാങ്ങി പോകുന്ന ചില ആൾക്കാരും ഉണ്ട്. ഈഗോ, ഈ ഒരു കോംപ്ലക്സ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ എല്ലാ ഗസ്റ്റുകളെയും ഒരേ രീതിയിൽ തന്നെ ഇത് നമ്മുടെ ജോലിയാണ്, അതിൻ്റെ എല്ലാ നമ്മുടെ ഔട്ട്പുട്ടും കൊടുക്കണം എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന, അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ, അതേ മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അവർക്കിടയിൽ പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. അല്ലാതെ ഇങ്ങനെ ഈഗോ കോംപ്ലക്സിലൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലാണ്. ഇതാണ്. അപ്പോൾ ഇവരുടെ ഒരു കാര്യത്തിലും അതുപോലെ എന്തെങ്കിലും കോംപ്ലക്സുകളോ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ആ ഒരു രീതിയിൽ പിൻവാങ്ങി പോകാനെ കൊണ്ട് ഒരു കാരണമായിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇതിന് ശേഷം മറീന മൈക്കിൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു പോസ്റ്റ് ഇട്ടതല്ലാതെ മീഡിയാസിന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ കേൾക്കാം. ഒരു പേളിമാണി പറഞ്ഞതിന് ചേച്ചി ഒരു കമന്റ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് വേറെ രീതിയിൽ വരലായി. അപ്പോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ആക്ച്വലി എനിക്ക് ഉണ്ടായ ഒരു സംഭവം അഡ്രസ് ചെയ്തതാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു 2021-22 സമയത്ത് ഞാനിത് പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ആരും ഹേർട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമില്ല. ഞാൻ മാക്സിമം സമാധാനം പിടിച്ച് പോകുന്ന ഒരു വ്യക്തി. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ആ വ്യക്തിയോട് ഒരു വിരോധം പേഴ്സണലി ഇല്ല. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ ഫീൽഡ് അഡ്രസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുടക്കേണ്ട ഒരു സമയം വരും. ഐ മീൻ എന്തായാലും നമ്മൾ മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് അൺകംഫർട്ടബിൾ ആവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോഴും കുഴപ്പമില്ല. പക്ഷേ വാട്ട് ഐ എം ടെല്ലിംഗ് ഇസ്, ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു വിഷയം അത് എന്റെ ഡിഗ്നിറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ ഡിഗ്നിറ്റിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന സൈബർ ബുള്ളി അതെനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ടു. കാരണം ഓരോ 5 സെക്കൻഡ് എന്ന് പറയാം അത്രയും എനിക്കിങ്ങനെ വൃത്തിയായിട്ട കമന്റ്സും മെസ്സേജുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ത്രൂ ഔട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ 2 months 1 month എങ്ങാണ്ടുമാണ് ആ ഒരു പാകിസ്ഥാൻ ഇഷ്യൂ കൂടെ വന്നത്. അപ്പം അതും ഭയങ്കരമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. സംഭവം ഇതുപോലെ തന്നെയായിരുന്നു അന്ന് രഞ്ജിൻ ഹരിദാസിന് ഇപ്പോൾ പേളിമാണിയുടെ അടുത്ത് ജലസ് ആണോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ പുറത്ത് കണ്ടുപോലെ അല്ല അകത്ത് പേളിമാണിയെ കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനായിരുന്നു അന്ന് രഞ്ജിൻ ഹരിദാസിന് ഭയങ്കര മാസമുള്ള കുറേ ഹെയ്റ്റ് കമന്റ്സും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം രഞ്ജിനി ഹരിദാസ് ഓൾവേസ് ഒരു ബാഡിയാണ്. ഇന്ന് ആ ഒരു ബാഡിനെ ആൾക്കാരെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ആൾക്കാരുടെ മുന്നിൽ ഭയങ്കര ക്യൂട്ട് ചാമിങ് ആയിട്ട് അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്ന ആ ഒരു നല്ലൊരു ലൈക്കബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്രിയേറ്ററിനെ ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ഒരു ഒറ്റ വിഷയത്തിൽ പെട്ടെന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറീന മൈക്കിൾ ഒരു പാകിസ്ഥാൻ ഇഷ്യൂ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന്
അത് മറീന മൈക്കിൾ ചോദിച്ചു വാങ്ങിയ സംഭവമാണ്. ഇതുപോലെ തന്നെ പേളിമാണി ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ ഒരു നിലപാട് എടുത്ത പോലെ തന്നെയുള്ളൊരു സംഭവം തന്നെയാണ് മറീന മൈക്കിൾ അന്ന് അവിടെ ഒരു പറ്റിയിട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ടൈമിൽ നമ്മൾ അങ്ങോട്ടേക്ക് അറ്റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്തേക്കിന് തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരാണ് അവരുടെയാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ സിവിലിയൻസിനൊന്നും പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇവർ പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്കിന് സിവിലിയൻസിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെ പറ്റി വലിയ ഗ്രാഹ്യമില്ലാതെ വന്ന് പുള്ളിക്കാരി അവിടെ സംസാരിച്ചു. കാര്യം അതൊരു സെൻസിറ്റീവ് ഇഷ്യൂ അല്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് ഇത് വരുന്നതാണ്. പിന്നെ ഓൾറെഡി പേളിമാണി ഇഷ്യൂ ഒക്കെ കിടക്കുന്നതിൻ്റെ പുറത്ത് ഇതോടെ വന്നപ്പോഴത്തേക്കിന് ഒന്ന് ബൂസ്റ്റപ്പ് ആയി എന്നുള്ളത് തന്നെയാണ്. ഇഷ്യൂല് തന്നെ ഞാനൊന്ന് സംസാരിക്കുമ്പോൾ ആരും കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു അവസ്ഥ വളരെ മോശമാണ്. ഇന്നിപ്പം ഒരു റൈറ്റ് മൊമെന്റിൽ എനിക്ക് തോന്നി ഞാൻ പറയുന്ന പോയിന്റ് ആളുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ ടോപ്പിക്ക് ഞാൻ ഒന്ന് റീ അഡ്രസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു രീതിയിലും സംസാരിക്കില്ല. അപ്പൊ ഇന്ന് ആളുകൾ കേട്ടു, ഇന്ന് ആളുകൾ കേൾക്കാൻ തയ്യാറാണ്. ആൻഡ് എല്ലാവർക്കും മനസ്സിലാവണം. കാരണം നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ പേഴ്സണൽ അറ്റാക്ക് അല്ല ചെയ്യുന്നത്. ഇപ്പം ഉണ്ടായിരിക്കുന്ന ഇൻസിഡൻസ് എല്ലാം ഒരു പേഴ്സണൽ അറ്റാക്കിംഗ് മൂഡിലാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വേറെ ആളുകളിലേക്കും അത് എഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് സംസാരിച്ചത്. മനസ്സിലാവുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യം എനിക്കും എന്റെ വീട്ടുകാർ, എന്റെ ചുറ്റിപ്പറ്റിയുള്ള വളരെ കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും പബ്ലിക്കിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്കും കൂടെ അറ്റാക്ക് പോകണം. അപ്പം ആ ഒരു സമയം ഭയങ്കര മോശം സമയമായിരുന്നു. സോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരുടെ പേഴ്സണൽ പ്രശ്നങ്ങളില്ല. സംഭവം അന്ന് മറീന മൈക്കിൾ പറയുന്ന സമയത്തേക്ക് ആരും അങ്ങനെ മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും ആൾക്കാർക്ക് പേളിമാൻ എടുത്ത ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആരും മൈൻഡ് ആക്കിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കുറച്ച് എക്സ്പോസ്ഡ് ആയപ്പോഴത്തേക്കിന് ഇപ്പം പറഞ്ഞ ആളുകൾ എൻ്റെ ഭാഗം കേൾക്കും എന്നുള്ളത് വിചാരിച്ച് തന്നെ ആയിരിക്കും പുള്ളിക്കാർ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അത് തന്നെയാണ് ആലപ്പി അഷ്റഫ് ആണെങ്കിലും പുള്ളി പറയുന്നത്, അന്ന് ഞാൻ പേളിമാനിനെ സപ്പോർട്ട് ചെയ്തു, എന്നാൽ ഇന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കിന് മറീന മൈക്കിളിൻ്റെ ഭാഗത്ത് ശരികളുണ്ടെന്നുള്ള രീതിയിൽ തോന്നുന്നുള്ള രീതിയിൽ പുള്ളി വന്ന് അവിടെ സംസാരിക്കുന്നത്. പിന്നെ പേളിമാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ഈ ഇത്തരത്തിലുള്ള നമ്മുടെ ഫോളോവേഴ്സ് കൗണ്ട് വെച്ചോ അങ്ങനത്തുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു നമുക്ക് ഇത്ര ഇതൊക്കെ ഉണ്ടെന്നുള്ള ഒരു കാര്യം കാണിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ മറീന മൈക്കിൾ തന്നെ അന്ന് ആ ഒരു പോസ്റ്റ് ഇടുന്നതിൻ്റെ തൊട്ടൊപ്പം തന്നെയാണെങ്കിൽ മറ്റൊരു ലേഡിയുടെ പോസ്റ്റോടെ റീഷെയർ ചെയ്യുന്നത്. അതിൽ പറയുന്ന കാര്യം ആ ഒരു ലേഡിയുടെ അടുത്ത് ഫോളോവേഴ്സ് കൗണ്ട് വെച്ചിട്ടുള്ളൊരു ടോക്ക് കാര്യങ്ങളൊക്കെ പേളിമാനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നവരൊക്കെ എത്ര ഫോളോവേഴ്സ് എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് അങ്ങനെ ഈ ഒരു ഫോളോവേഴ്സ് കൗണ്ട് നോക്കിയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഞാൻ മുമ്പത്തെ വീഡിയോക്കത്തൊക്കെ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോലുള്ള ഏതൊരു ക്രിയേറ്റർ ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മളിവിടെ നിലനിൽക്കുന്നത് നമ്മളുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ഓരോ ക്രിയേറ്റേഴ്സ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് കാണിക്കേണ്ടുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ഇറസ്പോൺസിബിളായിട്ട് ഈ ഒരു കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴത്തേക്കിന് ആൾക്കാർ അവരുടേതായിട്ടുള്ളൊരു റെസ്പോൺസ് അതിൻ്റെ രീതിയിൽ അവരുടെ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും അവിടെ അറിയിക്കുന്നതായിരിക്കും. ആ സമയത്തേക്ക് ആൾക്കാരെ പിന്നെ അഭിപ്രായം പറയുന്ന ആൾക്കാരെ മാസീവായിട്ട് ബ്ലോക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വിട്ട് ആ ഒരു രീതിയിലിട്ട് പോകുമ്പോഴത്തേക്ക് അതും ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂലാണ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് അത് ആൾക്കാരൊക്കെ പിന്നെ ട്രിഗർ കാര്യങ്ങളൊക്കെ ചെയ്യുകയല്ലേ ചെയ്യുള്ളൂ. കാര്യം ഇവരുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ള ഓരോ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഇവിടെ നിലനിൽക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഡൗൺഫോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും അതൊരിക്കലും ഒരാളുടെ വലിയൊരു തകർച്ചയിലോട്ട് പോകണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ. കാര്യം നമ്മൾ ഇങ്ങനൊരു വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ വിമർശിക്കും. അതൊക്കെ ഇതിൻ്റെയൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതിൻ്റെ പരിപാടിയുടെ ഭാഗമാണ്. അല്ലാതെ ഒരാൾക്ക് അങ്ങനെ ഒരു തകർച്ച ഉണ്ടാവണം ഒരിക്കലും ആഗ്രഹിക്കുന്ന വ്യക്തികളോ കാര്യങ്ങളൊന്നും അല്ല നമ്മളാരും. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും പേളിമാണിക്കും സംഭവിക്കാതിരിക്കട്ടെ. എന്താണെങ്കിലും ഈ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് തിരിച്ച് അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ആവാനൊക്കെ ഉണ്ട് ഒരിത്തിരി ടൈം എടുക്കും. ഓക്കെ, ഇതിനു മുമ്പ് പല ക്രിയേറ്റേഴ്സിനും ആരുടെയും പേര് നീ അവിടെ എടുത്ത് പറയുന്നില്ല, ഇതുപോലെ പല വിവാദങ്ങളിൽ പെട്ടിട്ട് പലരും റെസ്പോണ്ട് ചെയ്തേക്കുന്ന ആൾക്കാരുണ്ട്. റെസ്പോണ്ട് ചെയ്തിട്ട് കുറേ സമയങ്ങളെടുത്ത് തിരിച്ചു വന്നേക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ കുറേ സമയങ്ങളെടുത്തിട്ട് തിരിച്ചു വന്നേക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനത്തെ പല ആൾക്കാരുണ്ട്. സോ ഇത് ബാക്ക് ടു നോർമലിലോട്ട് എത്തും. ഇപ്പം നമ്മുടെ കാര്യമാണെങ്കിൽ പോലും ഇന്നിപ്പം നമ്മളെ കുറച്ച് ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒരു വീഡിയോക്കകത്ത് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞില്ലേ, അപ്പോൾ ആൾക്കാരോട് എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്നുള്ള വരത്തില്ല. പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കിന് അടുത്തൊരു വീഡിയോക്കകത്ത് ഫുള്ള് നെഗറ്റീവ് കമൻസ് ആയിരിക്കും. തൊട്ടടുത്ത വീഡിയോക്കകത്ത് ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കും. ഇത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കയറും, ഇങ്ങനെ താഴും, ഇങ്ങനെ കയറും, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഒരു മൂഡിൽ ഇങ്ങനെ പോയിട്ടിരുന്നിട്ട് പെട്ടെന്നൊരു അടി വീഴുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു ആഘാതം അവർക്ക് ഭയങ്കര ഒരു പ്രയാസമായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരാളുടെയും ബ്ലൈൻഡായിട്ട് ആൾക്കാരെ ഇങ്ങനെ ഫാൻസായിട്ട് ഒരാളുടെ ഫാൻ ആവുന്നത് കാര്യങ്ങളൊന്നും തെറ്റല്ല. പക്ഷെ ബ്ലൈൻഡായിട്ട് ഒരാളുടെ ഫാനായിട്ട് പിന്നീട് അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയാൽ പോലും പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിന്നെ അടിയും വഴക്കുണ്ടാക്കുന്ന കുറച്ച് ടീംസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കിന്. ദയവേത് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതാണെങ്കിലും ഇത്രയും കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ വരെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.